മാർക്കോ ഞാൻ കണ്ടില്ല. മാർക്കോ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ പടത്തിൻ്റെ പ്രൊമോഷൻ സമയത്തെ ഒരുപാട് വയലൻസ് കൂടുതലാണ് എന്നുള്ളൊരു ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ല, വയലൻസ് ഉണ്ടെന്നാണ് ഞാനും കേട്ടത്. പക്ഷെ അത് ചിലപ്പോൾ ഒരു പക്ഷേ കഥ ആവശ്യപ്പെടുന്ന വയലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന വയലൻസ് ആയിരിക്കാം. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പ്രത്യേകിച്ചും ഒരു വലിയൊരു ബഡ്ജറ്റിലൊരു പടം ചെയ്യുമ്പോഴേക്കും ആ പടം ആളുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പടങ്ങളും വിജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് മാർക്കോ ഹിറ്റായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കലും ഈ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മാർക്കോന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇന്ത്യൻ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന രീതിയിലാണ് ചർച്ച വരുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായൊരു സിനിമയാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ബാഹുബലി തെലുങ്ക് ഇൻഡസ്ട്രിക്ക് എടുക്കാമെങ്കിൽ അതുപോലെ ഒരു വളരെ ബിഗ് ബഡ്ജറ്റ് പടം മലയാളത്തിനും എടുക്കാൻ പറ്റും, അത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയല്ലേ അത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കോ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന സിനിമയാണ്. അങ്ങനെ വരട്ടെ, അങ്ങനെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആദ്യത്തെ പടം തന്നെ അമ്മാവനല്ലേ വിനുവിൻ്റെ? ഞാൻ അവൻ്റെ കൊച്ചിനാണ്. ആദ്യത്തെ ഫിലിം തന്നെ ഇങ്ങനെ ഒരു മീൻസ് അത് അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹൈപ്പ്, നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു ഹൈപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നമുക്കൊരു സ്വപ്നതുല്യമായ തുടക്കം എന്നൊക്കെ നമ്മളിപ്പോൾ ക്രിക്കറ്റിലൊക്കെ പറയില്ലേ, ഒരു അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഒരു ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവന് അഭിമന്യുവിന്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കരിയർ ഗ്രാഫ് മുകളിലോട്ട് പോട്ടെ എന്നുള്ളതാണ് എനിക്കും അവന് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതവന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ നായകനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ ഏറ്റിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹം തൻ്റെ പരിശ്രമങ്ങളിൽ കൂടെയാണ് ഈ ഒരു രീതിയിലെത്തിയത്. ഇപ്പം അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരാളാണ്. മീൻസ് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു പടം വിജയിക്കുക അല്ലെങ്കിൽ പടം പരാജയപ്പെടുക രണ്ടോ കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ പരാജയപ്പെടുമ്പോൾ മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ കിട്ടാതിരിക്കുകയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് സാധാരണ പോകാറ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഭയങ്കര കഷ്ടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിംഗ് ആയാലും ബാക്കി കാര്യങ്ങളായാലും, അതുപോലെ ഈ സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായാലും അദ്ദേഹം ഒരുപാട് എന്താ പറയുക, വല്ലാത്തൊരു ഡെഡിക്കേഷൻ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം മാർക്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കോയ്ക്ക് മുമ്പ് മാർക്കോയ്ക്ക് ശേഷം എന്നൊരു ലെവലിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ടത് അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം പുള്ളി വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു, ചേട്ടാ അവൻ എൻ്റെ അഭിമന്യുവിനെ കുറിച്ചാണ് പറഞ്ഞത്, ഞങ്ങളുടെ ശംശേൻ്റെ മോനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പോലും ആ സിനിമ ചെയ്തതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുണ്ടായിരുന്നു. അത് പറയുമ്പോൾ എടാ കുളം അടിച്ചു പൊളിച്ചു അങ്ങനെ ആ രീതിയിൽ പറയുന്ന കേട്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഒരാൾ കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ ആ സിനിമ എന്തായിരിക്കും നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ പറ്റും. അപ്പോൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് വന്നൊരാൾ അത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ഹൈപ്പ് അദ്ദേഹത്തിനും ഉണ്ണി മുകുന്ദനും കിട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ആക്ഷൻ സ്റ്റാർ ലഭിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് പുതിയ ആക്ഷൻ ഹീറോ അല്ല ഉണ്ണി മുകുന്ദൻ നേരത്തെ ആക്ഷൻ ഹീറോ ആണല്ലോ. ഈ പറഞ്ഞ പോലെ എന്താണ് സിഖുകാരനായിട്ട് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചതല്ലേ. അതെ, മല്ലു സിംഗ് ആയിട്ട് അത് ഒരു ട്രെൻഡായി തന്നെ മാറിയില്ലേ മല്ലു സിംഗ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തും നല്ല ആക്ഷൻ ഉണ്ടായിരുന്നു. വേറെ ഒരുപാട് പടങ്ങളിൽ ആക്ഷൻസ് ഹീറോ ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ആളല്ല, ഇതൊരു മാസമായിട്ട് മാറിയെന്നുള്ളത് വേണം പറയാൻ.